ഹായ്, വെൽക്കം ടു എൻട്രിയ. നമ്മുടെ ബാങ്ക് എക്സാംസിന്റെ ഓരോരോ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ബാക്ക് ടു ബാക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ IBPSന്റെ നോട്ടിഫിക്കേഷൻ വന്നു. നമ്മുടെ SBI POയുടെ നോട്ടിഫിക്കേഷൻ വീണ്ടും ഈ വർഷം വിളിച്ചു. അതേപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ ഇടയ്ക്ക് ഇൻഷുറൻസ് കമ്പനീസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഈ വട്ടം നേരത്തെ വന്നു തുടങ്ങി. ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു ബാങ്ക് എക്സാംസിലേക്ക് വരുമ്പോൾ തന്നെ എല്ലാവരുടെയും ഡ്രീമാണ്. ബാങ്ക് എക്സാംസ് തന്നെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എക്സാംസ് ആണ് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എക്സാംസ് എന്ന് പറയുന്നത്. പക്ഷേ കഴിഞ്ഞ വർഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ യൂഷ്വലി വിളിക്കുന്ന ചില എക്സാംസ് ഒന്നും തന്നെ വിളിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ഈ ഒരു നോട്ടിഫിക്കേഷൻസ് വരുമോ ഈ വർഷം എന്നുള്ളതൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയും നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വന്നു തുടങ്ങുവാണ്. അപ്പോൾ അതിൽ നമുക്കിപ്പോൾ റീസെൻ്റ്ലി വന്ന ഒരു നോട്ടിഫിക്കേഷനാണ് നമ്മുടെ RBIയുടെ എസ്ഒയുടെ ആ ഒരു റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് കഴിഞ്ഞ വർഷം കാണാത്ത ഒരു വളരെ ഇമ്പോർട്ടൻ്റ് എക്സാം ആണ് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അസിസ്റ്റന്റ് എക്സാം. ആ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് ഉടനെ തന്നെ വരാൻ നല്ല ചാൻസസ് ഉണ്ട്. അപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നമ്മൾ ആ സമയത്ത് പഠിച്ചു തുടങ്ങിയാൽ ഒരിക്കലും പറ്റത്തില്ല. നമുക്കറിയാം നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അസിസ്റ്റന്റ് ആ ഒരു എക്സാം എന്ന് പറയുന്നത് എക്സാം ഈസി ആണെങ്കിൽ പോലും അവിടെ വരുന്ന കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ്. ആൻഡ് പ്രിപ്പറേഷൻ വളരെ നേരത്തെ തന്നെ ചെയ്ത് തുടങ്ങേണ്ടതാണ്. അപ്പോൾ നേരത്തെ തൊട്ടേ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഇതിനെക്കുറിച്ച് അറിഞ്ഞ് നിങ്ങൾക്ക് ഈ ഒരു എക്സാംസിന് വേണ്ടിയും ഇപ്പോൾ മോക്ക് ടെസ്റ്റുകളും പ്രിപ്പറേഷനും സ്റ്റാർട്ട് ചെയ്യാം നേരത്തെ തന്നെ. ആൻഡ് ഇപ്പോൾ ആദ്യമായിട്ടൊക്കെ ബാങ്ക് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയവരാണെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി നിങ്ങൾക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നവരെ വെയിറ്റ് ചെയ്യാതെ എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങാം. ബിക്കോസ് നിങ്ങൾക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഈ ഒരു എക്സാമിന് വേണ്ടി പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഈ ഒരു എക്സാം ആ ഒരു സമയത്തിനുള്ളിൽ എന്ന് പറഞ്ഞാൽ രജിസ്ട്രേഷന് വേണ്ടി കിട്ടുന്ന ഒരു മാസവും പിന്നെ അതിനനുസരിച്ച് എക്സാമിന്റെ ഹോൾ ടിക്കറ്റ് വരുന്നതിന് മുമ്പ് കിട്ടുന്ന ഒരു ഏകദേശം ഒരു മാസവും ആ 2 മാസം കൊണ്ട് ഒരിക്കലും നമുക്ക് ആ ഒരു എക്സാംസിന് വേണ്ടി പഠിച്ച് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ആ ഒരു പ്രിപ്പറേഷൻ തുടങ്ങുക. തുടങ്ങുന്നതിന് മുമ്പ് ആ എക്സാമിനെ കുറിച്ച് അറിയുക. അപ്പോൾ എസ്പെഷ്യലി ആദ്യമായിട്ടൊക്കെ പഠിച്ചു തുടങ്ങുന്നവരാണെങ്കിൽ ഈ എക്സാംസിനെ കുറിച്ച് വലിയൊരു ഐഡിയ ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ ഇതെന്താണെന്ന് അറിയുക, ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നവരെ വെയിറ്റ് ചെയ്യാതെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഈ ഒരു എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബാങ്ക് എക്സാംസിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എക്സാം, നമ്മുടെ ബാങ്കുകളുടെ ബാങ്കായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനായ RBI അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ആ ഒരു RBI അസിസ്റ്റന്റ് എക്സാമിനെ കുറിച്ചും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ആൻഡ് നിങ്ങൾക്ക് ഇതെല്ലാം തന്നെ മൈൻഡിൽ വെച്ചുകൊണ്ട് ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ മൈൻഡിൽ വെച്ചുകൊണ്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. ആൻഡ് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ നിങ്ങൾ ആ ഒരു എക്സാം എഴുതാൻ റെഡി ആയിട്ടിരിക്കണം എന്നുള്ള രീതിയിലേക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്ത് എത്രയും പെട്ടെന്ന് സിലബസ് ഒക്കെ കവർ ചെയ്ത് നിങ്ങൾക്ക് റെഡി ആയിട്ടിരിക്കാം വരാൻ പോകുന്ന ആ ഒരു എക്സാംസിന് വേണ്ടി. ബിക്കോസ് ഉറപ്പാണ് ഈ വർഷം ഈ ഒരു നോട്ടിഫിക്കേഷൻ ഉടനെ വരും. ബിക്കോസ് നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള RBIയുടെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നോരോന്നായിട്ട് വിളിച്ച് തുടങ്ങുകയാണ്. അപ്പോൾ റീസെൻ്റ് ഒരെണ്ണം വന്നു, ഇപ്പോൾ ആക്റ്റീവ് ആണ് നമ്മുടെ RBIയുടെ SO എന്ന് പറയുന്ന സ്പെഷ്യലിസ്റ്റ് ഓഫീസറിന്റെ പോസ്റ്റുകൾ. ഇനി ഇതിന്റെ പുറകെ തന്നെ നമുക്ക് RBIയുടെ ബാക്കിയുള്ള നോട്ടിഫിക്കേഷൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ് RBIന്റെ എക്സാംസിൽ വരുന്നത്, എന്തൊക്കെയാണ് നമ്മൾ RBIന്റെ എക്സാമിനെ കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഇതിന്റെ ഒരു പോസ്റ്റ് എങ്ങനെയാണ്, ജോബ് പ്രൊഫൈൽ എങ്ങനെയാണ്, സാലറി എങ്ങനെയാണ്, ഏത് ഏജ് ലിമിറ്റ് വരെ എഴുതാൻ പറ്റും, എന്താണ് ക്വാളിഫിക്കേഷൻ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്കൊന്ന് മനസ്സിലാക്കാം. സോ വൺസ് അഗൈൻ വെൽക്കം ചെയ്യുന്നു നമ്മുടെ ഈ ഒരു സെഷനിലേക്ക്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ RBI അസിസ്റ്റന്റ് എക്സാമിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളിപ്പം പറഞ്ഞ ഒരു കാര്യമുണ്ട്, നമുക്ക് ഈ വർഷം ഇത് വിളിക്കുമോ. അപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷം ഈ ഒരു RBI അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ വർഷം നമുക്ക് എല്ലാ വർഷവും കറക്റ്റായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എക്സാം ആയിരുന്നു RBIയുടെ എക്സാം എന്ന് പറയുന്നത്, അസിസ്റ്റന്റ് എക്സാം എന്ന് പറയുന്നത്. പക്ഷെ എന്തുകൊണ്ടോ കഴിഞ്ഞ വർഷം ആ ഒരു എക്സാം വിളിച്ചില്ല. മേ ബി അതിൻ്റെ ഒരു നല്ല പോസിബിൾ ചാൻസസ് എന്ന് പറയുന്നത് വേക്കൻസി മേ ബി കുറവായിരുന്നായിരിക്കണം. വളരെ കുറവ് വേക്കൻസി ആയതുകൊണ്ട് തന്നെ ഒരു എക്സാം നടത്താൻ മാത്രമുള്ള വേക്കൻസി ഇല്ലാത്തതുകൊണ്ട് തന്നെ ആയിരിക്കണം ചിലപ്പം വിളിക്കാതിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ വർഷം വിളിക്കാതിരുന്നതുകൊണ്ട് തന്നെ ഈ വർഷം നമുക്കിപ്പം ഓരോരോ RBIയുടെ നോട്ടിഫിക്കേഷൻ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ഈ വർഷം നമുക്കത് വിളിക്കാൻ ചാൻസസ് വളരെ കൂടുതലാണ്. ബിക്കോസ് കഴിഞ്ഞ വർഷം വിളിച്ചിട്ടില്ലാത്തതുകൊണ്ട്. ആൻഡ് ഈ വട്ടം വിളിക്കുന്ന സമയത്ത് മേ ബി വേക്കൻസീസ് 2023 വിളിച്ച സമയത്ത് ഉണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ വേക്കൻസി വരാൻ സാധ്യതയുണ്ട്. ബിക്കോസ് ആദ്യമായിട്ടാണ് കുറേ നാളുകൾ വർഷങ്ങളുടെ ഇടയ്ക്ക് ഒരു വർഷം നമ്മുടെ ഈ RBIന്റെ എക്സാം വിളിക്കാതിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഈ വർഷം വിളിക്കുമ്പോൾ നമുക്കത് അത്യാവശ്യം വേക്കൻസി കൂടുതൽ, സാധാരണ യൂഷ്വലി നമ്മൾ എപ്പോഴും കാണുന്നതിനേക്കാളും കൂടുതൽ വേക്കൻസി നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് നോട്ടിഫിക്കേഷൻ ഇപ്പം കറന്റ് വിളിച്ചായിരുന്നു. നമ്മുടെ RBIയുടെ സ്പെഷ്യലിസ്റ്റ് ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റ്. നിങ്ങൾക്ക് ആ ഒരു നോട്ടിഫിക്കേഷന്റെ കട്ട് ആണ് നിങ്ങൾ കാണുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സർവീസ് ബോർഡ്. ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഒരു സ്പെഷ്യലിസ്റ്റ് ഓഫീസർ എന്ന് പറയുന്നൊരു പോസ്റ്റ് ഉണ്ട്. നമ്മുടെ അതിൻ്റെ അകത്ത് സ്പെഷ്യൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ള
വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ RBIയുടെ ചില പോസ്റ്റുകളിലേക്ക് അത്യാവശ്യം ഹ്യൂജ് സാലറി, ഏകദേശം 1.5 lakhs ഒക്കെ സാലറി വരുന്ന ആ, ആ ഒരു പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ ഒരു റിക്രൂട്ട്മെന്റ് വിളിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ഒരു റിക്രൂട്ട്മെന്റിൽ ഉറപ്പായിട്ടും അവിടെ ചില എക്സ്പീരിയൻസുകളോ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ബിക്കോസ് അത്രയും നല്ല പോസ്റ്റിലേക്കാണ് ഇത് വിളിക്കുന്നത്. നിങ്ങൾക്ക് ആ പോസ്റ്റിൽ പെട്ടെന്ന് കാണാൻ പറ്റും ലീഗൽ ഓഫീസർ, അതുപോലെ മാനേജർ, ടെക്നിക്കൽ സിവിൽ ഇൻ ഗ്രേഡ് ബി, അതുപോലെ തന്നെ നമ്മുടെ എല്ലാം ഗ്രേഡ് ബി ആൻഡ് ഗ്രേഡ് എ പോസ്റ്റുകളാണ്. അതുപോലെ മാനേജർ ടെക്നിക്കൽ ഇലക്ട്രിക്കൽ ഇൻ ഗ്രേഡ് ബി, അതുപോലെ അസിസ്റ്റന്റ് മാനേജർ രാജ്യസഭ, അതുപോലെ തന്നെ അസിസ്റ്റന്റ് മാനേജർ പ്രോട്ടോകോൾ ആൻഡ് സെക്യൂരിറ്റി ഇൻ ഗ്രേഡ് എ. അപ്പോൾ ഇങ്ങനെ വളരെ എന്താ പറയുക, RBI തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ അധികം സാലറി ഉള്ള, നമ്മൾ നേരത്തെ പറഞ്ഞുള്ള വളരെ ഹ്യൂജ് സാലറി ഉള്ള ഒരു പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് ഇപ്പം വിളിച്ചിരിക്കുന്നത്. പക്ഷേ അതിനവിടെ കുറച്ച് എക്സ്പീരിയൻസും അങ്ങനെയുള്ള ക്രൈറ്റീരിയാസ് ഒക്കെ തന്നെ ഉണ്ട്. അപ്പോൾ അതുകൂടാതെ തന്നെ ആ ഒരു സ്പെഷ്യൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും, സ്പെഷ്യലിസ്റ്റ് ഓഫീസർ, സ്പെഷ്യൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ആ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാനും പറ്റത്തുള്ളൂ. പക്ഷേ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന, ഏതൊരു ഗ്രാജുവേഷൻ ഡിഗ്രി ഉള്ള ഏതൊരാൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന, എഴുതാൻ പറ്റുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് എക്സാമാണ് നമ്മുടെ RBIയുടെ അസിസ്റ്റന്റ് എക്സാം എന്ന് പറയുന്നത്. ജസ്റ്റ് നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഗ്രാജുവേഷൻ മാത്രം ഉണ്ടായിരുന്നാൽ മതി. ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നോ, ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മൾ ഗ്രാജുവേറ്റ് ആയിരിക്കണം എന്നുള്ള ഒരു എന്താ പറയുക ക്രൈറ്റീരിയ ആണ് നമ്മുടെ ക്വാളിഫിക്കേഷനിലേക്ക് വരുന്നത്. അപ്പോൾ എന്തൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. സോ അത് തന്നെ വളരെ ബ്രീഫായിട്ട് നമ്മൾ RBI അസിസ്റ്റന്റ് എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അതിൽ പോസ്റ്റ് എന്ന് പറയുന്ന അസിസ്റ്റന്റ് ആണ്. ഇതൊരു നാഷണൽ ലെവൽ എക്സാം ആണ്. നമുക്ക് ഇതിന്റെ വേക്കൻസീസ് യൂഷ്വലി ഈ വർഷത്തെ വേക്കൻസി നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നാലേ അറിയത്തുള്ളൂ. പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഇതിന്റെ ഒരു വേക്കൻസിയുടെ ഒരു ഹിസ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, യൂഷ്വലി നമ്മൾ കാണുന്ന വേക്കൻസീസ് എന്ന് പറയുന്നത് ഒരു 400 തൊട്ട് 600 ഇടയ്ക്കാണ് യൂഷ്വലി എപ്പോഴും കാണുന്ന വേക്കൻസീസ് എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ സാധാരണ കാണുന്ന പോലത്തെ ബാക്കിയുള്ള ബാങ്കിനെ വിളിക്കുന്ന പോലെ ഒരു 4000-5000 വേക്കൻസീസ് ഒന്നും ഒരിക്കലും ഇവിടെ വിളിക്കത്തില്ല. ബിക്കോസ് നമ്മുടെ എന്താ പറയുക, സാധാരണ ബാങ്ക് പോലെ എല്ലാ ജംഗ്ഷനിലും കാണുന്ന ഒരു ബാങ്ക് അല്ല നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, എല്ലാ സ്റ്റേറ്റിന്റെ ക്യാപിറ്റലിലോ സബ് ക്യാപിറ്റലിലോ മാത്രം വരുന്ന ഒരു ബാങ്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ വരുന്ന വേക്കൻസീസ് അത്രയും ഹ്യൂജ് ഒരു 4000, 5000, 6000 വേക്കൻസിക്ക് അല്ല വിളിക്കുന്നത്. 400 തൊട്ട് 600 വേക്കൻസിക്കാണ് യൂഷ്വലി വിളിക്കുന്നത്. ഇതിന് മുമ്പുള്ള വർഷങ്ങളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ലാസ്റ്റ് ഒരു 2024 വിട്ട് അതിന്റെ ബാക്കിലോട്ടുള്ള ഇയേഴ്സിൽ ഒരു 3-4 വർഷം നമ്മൾ നോക്കുകയാണെങ്കിൽ, മോസ്റ്റ് ഓഫ് ദി വേക്കൻസീസ് നമുക്ക് 450, 500 ഇങ്ങനെയുള്ള വേക്കൻസിക്കാണ് നമുക്ക് വിളിച്ചിരിക്കുന്നത്. സോ നമുക്ക് ഈ ഒരു വേക്കൻസിയുടെ റേഞ്ച് 400 തൊട്ട് 600 വരെയാണ് വേക്കൻസിയുടെ റേഞ്ച് വരുന്നത്. അപ്പോൾ അത് RBIയുടെ എക്സാംസ് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു വേക്കൻസിയാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വേക്കൻസി കഴിഞ്ഞ വർഷം വിളിക്കാത്തതുകൊണ്ട് തന്നെ ചിലപ്പം ഈ വർഷം കുറച്ചുകൂടി കൂടുതൽ വരാനും നമുക്ക് നല്ല പോസിബിലിറ്റീസ് ഉണ്ട്. ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻ മോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് കംപ്ലീറ്റ്ലി ഓൺലൈൻ ആയിരിക്കും. എക്സാമും കംപ്ലീറ്റ്ലി ഓൺലൈൻ ആണ്. നമുക്കിവിടെ ഒരു 2 ഫേസിലാണ് എക്സാം നടക്കുന്നത് എന്ന് പറയാം. ഇതൊരു ക്ലർക്കൽ ലെവൽ പോസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒരു പ്രിലിംസ് എക്സാം കാണും, മെയിൻസ് എക്സാം കാണും. ഇത് കൂടാതെ നമ്മൾ ഏത് സ്റ്റേറ്റിൽ നിന്നാണോ അപ്ലൈ ചെയ്യുന്നത് ആ സ്റ്റേറ്റിലെ ലോക്കൽ ലാംഗ്വേജ് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിനുവേണ്ടി ചിലപ്പോൾ നമ്മൾ ആ ഒരു ലാംഗ്വേജ് പഠിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ലാംഗ്വേജ് പഠിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റ്സിൽ കാണിക്കാൻ പറ്റില്ലെങ്കിൽ, നമുക്ക് അവിടെ ഒരു ലാംഗ്വേജ് പ്രൊഫഷൻസി എക്സാം കൂടി വരുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞൊരു വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യം, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എങ്ങനെ ആയിരിക്കണം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്നോ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നോ നമ്മളൊരു ഗ്രാജുവേറ്റ് ആയിരിക്കണം എന്നുള്ള ഒരു ഒറ്റ ക്രൈറ്റീരിയ മാത്രമേ വരുന്നുള്ളൂ. അവിടെ നമുക്ക് 50% മാർക്സും ഉണ്ടായിരിക്കണം. ആ ഒരു എന്താ പറയുക, നമ്മുടെ അൺറിസർവ്ഡ് ആണെങ്കിലും അതുപോലെ OBC ആണെങ്കിൽ അവർക്ക് ഒരു 50% മാർക്സ് എന്നൊരു ക്രൈറ്റീരിയ അവർക്ക് വരുന്നുണ്ട്. പക്ഷേ ജസ്റ്റ് 50%, ഓക്കെ, അത്രയും മാത്രമേ പറഞ്ഞുള്ളൂ. 50% മാത്രം മാർക്ക് ഉണ്ടായാൽ മതി നമ്മുടെ ഗ്രാജുവേഷനിൽ. അങ്ങനെ 70-80% കുറിച്ച് ഒന്നും തന്നെ പറയുന്നില്ല. ജസ്റ്റ് 50% അത് മാത്രം മതി. ഇനി ഇതിന്റെ ഒരു ഏജ് ലിമിറ്റ് എങ്ങനെയാണ്, എത്ര ഏജ് വരെ ഉള്ളവർക്ക് ഇത് എഴുതാൻ പറ്റും? നമുക്ക് യൂഷ്വലി നോട്ടിഫിക്കേഷൻ വരുമ്പം 20 തൊട്ട് 28 വയസ്സ് വരെ ഉള്ളവർക്ക് വേണ്ടിയാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ 28 ആണ് യൂഷ്വലി അവർ കീപ്പ് ചെയ്യുന്ന അപ്പർ ഏജ് ലിമിറ്റ് എന്ന് പറയുന്ന ആ ഒരു ഏജിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 28 വയസ്സ് വരെയാണ്. പക്ഷേ ഈ വർഷം നമുക്ക് കഴിഞ്ഞ വർഷം വിളിക്കാത്തതുകൊണ്ട് മേ ബി നമുക്ക് ഈ വർഷം അവിടെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഡെഫിനറ്റ്ലി നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്തും നമുക്ക് അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷൻ നമ്മൾ ഇവിടെ കൊണ്ടുപോകുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു തുടങ്ങിയ, ഇപ്പോൾ റീസെന്റ് പഠിച്ചു തുടങ്ങിയവർക്കൊക്കെ അറിഞ്ഞിരിക്കാൻ വേണ്ടി ഒരുപാട് പേരും ചോദിക്കുന്നുണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എക്സാംസിനെ കുറിച്ച്. ഇപ്പം പഠിച്ചു തുടങ്ങിയവർ, അപ്പോൾ അവർക്കൊക്കെ അതിനെക്കുറിച്ചുള്ള ക്ലിയർ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ നിങ്ങൾ എക്സാം എഴുതാൻ റെഡി ആയിരിക്കുക. മാക്സിമം മോക്ക് ടെസ്റ്റ് ചെയ്ത് ആ ഒരു സ്കോറൊക്കെ റീച്ച് ചെയ്യുക എന്നുള്ളത്, കട്ട് ഓഫ് ഒക്കെ എത്രത്തോളമാണ് വരുന്നത്, അപ്പോൾ എത്രത്തോളം മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിന്റെ ഈ ഒരു പോസ്റ്റിനെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആക്കുന്നത് നമ്മുടെ ഒരു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ളത് ഒന്ന് മാറ്റിവെച്ചാൽ പോലും പിന്നെയും നമുക്കവിടെ
ഏറ്റവും കൂടുതൽ ഈ ഒരു പോസ്റ്റിനെ അട്രാക്റ്റീവ് ആക്കുന്നത് ഇതിന്റെ സാലറി കൂടിയാണ്. ഇതിന്റെ ഒരു സാലറി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യൂഷ്വലി നിങ്ങൾക്കറിയാം ഒരു ബാങ്കിന്റെ ക്ലർക്കൽ ലെവൽ പോസ്റ്റിന് കിട്ടുന്ന സാലറീസ് എന്ന് പറയുന്നത് 33,000 41,000 42,000 ആണ് മാക്സിമം കിട്ടുന്ന നമുക്ക് ഒരു ക്ലർക്കൽ പോസ്റ്റിൽ കിട്ടുന്ന സാലറി എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു അസിസ്റ്റന്റ് സ്റ്റാർട്ടിംഗ് സാലറി എന്ന് പറയുന്നത് ഏകദേശം 48,000 ആണ് വരുന്നത് വിത്തൗട്ട് HRA. HRA കൂടി വരുവാണെങ്കിൽ അത് 50,000 ക്രോസ് ചെയ്ത് പോകും. ആൻഡ് ഇതാണ് ഇപ്പോഴത്തെ കറന്റ് സാലറി എന്ന് പറയുന്നത്. നമുക്ക് ഫ്യൂച്ചറിൽ ഈ സാലറീസിൽ ഇൻക്രീസും വരും. നമുക്കറിയാം പേ കമ്മീഷനൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഈ സാലറി ഒക്കെ ഇൻക്രീസ് ആവും. അപ്പോൾ ആ സാലറി വളരെയധികം കൂടും. അപ്പം ഒരു ക്ലർക്കൽ ലെവൽ പോസ്റ്റ് അല്ലെങ്കിൽ ഒരു അസിസ്റ്റന്റ് ലെവൽ പോസ്റ്റിന് ഇത്രയും നല്ല സാലറി കിട്ടുന്ന വേറെ ഒരു ബാങ്കിലും ഇത്രയും നല്ലൊരു സാലറി ഇല്ല. ഇത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഇത്. അപ്പോൾ ഉറപ്പായിട്ടും അവിടുത്തെ സാലറിയും അതേപോലെ തന്നെ അവിടെ വരുന്ന അലവൻസുകളും വളരെയധികം കൂടുതലായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ സാലറിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു സാലറി കൂടാതെ പിന്നെയും ഒരുപാട് അലവൻസും ബെനിഫിറ്റ്സും ആണ് അവിടെ വരുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങൾ വേറെയും നമുക്ക് അവിടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന യൂഷ്വലി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അവിടെ അവരുടെ ആ ഒരു സ്റ്റേക്ക് വേണ്ടി ക്വാർട്ടേഴ്സ് കിട്ടാറുണ്ട്. പക്ഷേ ഇൻ കേസ് ക്വാർട്ടേഴ്സ് കിട്ടിയില്ലെങ്കിൽ അവർക്ക് HRA പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ HRA കൂടി പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എമൗണ്ട് 50,000 മുകളിലായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് അത്യാവശ്യം നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടിയ ഈ ഒരു എക്സാമിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വേക്കൻസിയുടെ ഒരു ഹിസ്റ്ററി എങ്ങനെയാണ്, അതുപോലെ തന്നെ എക്സാമിന്റെ ഒരു ഫേസസ് എങ്ങനെയാണ്, നമ്മൾ എക്സാമിനെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, ഏജ് ലിമിറ്റ്, സാലറി, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ക്ലിയർ ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇനി നമുക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി ഡീപ്പായിട്ടൊന്ന് മനസ്സിലാക്കാം. നമ്മുടെ ഈ ഒരു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യമേ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 2 ഫേസ് ഓഫ് എക്സാം ആണ് വരുന്നത്. പ്രിലിംസ് എക്സാമും അതുപോലെ തന്നെ മെയിൻസ് എക്സാമും. അതിന്റെ പ്രിലിംസ് എക്സാമിലേക്ക് വരുമ്പം അതിന്റെ ഒരു പാറ്റേൺ എങ്ങനെയാണ് എന്നുള്ളതാണ് നിങ്ങൾ ഈ കാണുന്നത്. RBI പ്രിലിംസ് എക്സാം പാറ്റേൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ യൂഷ്വൽ ബാങ്ക് എക്സാംസിന്റെ അതേ പാറ്റേണിലാണ് അത് നടക്കുന്നത്. ഈ വർഷത്തെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അവിടെ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. പക്ഷേ ഇവിടെ വലിയ ചേഞ്ചസ് വരാൻ സാധ്യത. എന്തെങ്കിലും ചെറിയ ചേഞ്ചസ് വന്നാൽ പോലും ക്വസ്റ്റിന്റെ കൗണ്ടിൽ ചെറിയൊരു വ്യത്യാസമോ മാർക്കിൽ ഒരു ചെറിയ വ്യത്യാസമേ വരാൻ പോകുന്നുള്ളൂ. നമ്മുടെ റീസെന്റ് SBI POയിലൊക്കെ വന്ന പോലെയും IBPS-Pയുടെ പുതിയ നോട്ടിഫിക്കേഷനിലൊക്കെ വന്ന പോലെ ഉള്ള ചെറിയ ചേഞ്ചസ് അവിടെ വരാൻ പോകുന്നുള്ളൂ. അത് ഓവറോൾ ക്വസ്റ്റിന്റെ നമ്പറിലും അതുപോലെ തന്നെ നമുക്ക് ഓവറോൾ ടൈമിലൊന്നും ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ യൂഷ്വലി ചോദിക്കുന്ന ആ ഒരു സബ്ജക്റ്റുകളും ഇത് തന്നെ ആയിരിക്കും. നമ്മുടെ യൂഷ്വലി നമ്മൾ സാധാരണ എല്ലാ ബാങ്ക് എക്സാംസിലും കാണുന്ന അതേ സബ്ജക്റ്റുകളാണ് നിങ്ങൾ അവിടെയും കാണുന്നത്. നമ്മുടെ ഇംഗ്ലീഷ്, ന്യൂമറിക്കൽ എബിലിറ്റി ആൻഡ് റീസണിങ്, ഇത് തന്നെയാണ് നിങ്ങൾക്കറിയാം ബാക്കിയുള്ള ബാങ്ക് എക്സാംസിനും നമ്മൾ കാണുന്ന ടോപ്പിക് എന്ന് പറയുന്നത്. ഇനി അവിടുത്തെ ക്വസ്റ്റിന്റെ കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷിന് 30 ക്വസ്റ്റൻസും ഇതിന് മുമ്പുള്ള വർഷങ്ങളിൽ വരെ നമുക്ക് ഈ ഒരു RBI എക്സാം നടന്നിട്ടുള്ള സമയത്തും അതിന്റെ ഒരു ക്വസ്റ്റിന്റെ കൗണ്ട് ഇങ്ങനെ ആയിരുന്നു. ഇംഗ്ലീഷിന് 30ഉം നമ്മുടെ റീസണിങ് ആൻഡ് മാത്സിന് 35 ക്വസ്റ്റൻസ് വെച്ചാണ് ചോദിക്കുന്നത്. എല്ലാ ക്വസ്റ്റിനും 1 മാർക്കാണ് ക്യാരി ചെയ്യുന്നത്. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. നെഗറ്റീവ് മാർക്കിംഗ് 1/4 ആണ് നെഗറ്റീവ് മാർക്കിംഗ് വരുന്നത്. അപ്പോൾ നമുക്ക് റൈറ്റ് ആൻസർ ആണെങ്കിൽ 1 മാർക്ക് കിട്ടും. തെറ്റായിട്ടുള്ള ഒരു ആൻസർ ആണെങ്കിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു 1/4 അല്ലെങ്കിൽ 0.25 ആയിരിക്കും നെഗറ്റീവ് വരുന്നത്. അപ്പോൾ നമുക്ക് ഓവറോൾ നമ്പർ ഓഫ് ക്വസ്റ്റൻസ് എന്ന് പറയുന്ന 100 ക്വസ്റ്റൻസ്. ഓരോ ക്വസ്റ്റിനും 1 മാർക്ക് വെച്ചാണ് ക്യാരി ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ 100 മാർക്സ്. ആൻഡ് മൊത്തം എക്സാം നമുക്ക് 1 മണിക്കൂറിലാണ് നടക്കുന്നത്, 60 മിനിറ്റ്. അങ്ങനെയാണ് എക്സാമിന്റെ ഒരു പാറ്റേൺ വരുന്നത്. ഇനി നമുക്ക് അറിഞ്ഞിരിക്കുക അവിടെ നമുക്ക് ഒരു സെക്ഷണൽ ടൈമിംഗ് കൂടി ഉണ്ട്. അപ്പോൾ നമ്മുടെ യൂഷ്വലി ബാങ്ക് എക്സാംസിനൊക്കെ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും സെക്ഷണൽ ടൈമിംഗ് ഉണ്ട്. നമുക്ക് ഓരോ സെക്ഷൻ എഴുതാൻ വേണ്ടി ഒരു ടൈം അലോട്ട് ചെയ്തിട്ടുണ്ട്. ആ ടൈം എന്ന് പറയുന്നത് 1 മണിക്കൂർ അല്ലെങ്കിൽ 60 മിനിറ്റ് ആണ് നമ്മുടെ മൊത്തം സമയമെങ്കിൽ അതിനെ 3 സബ്ജക്റ്റ് ആയതുകൊണ്ട് 3 ആയിട്ട് തിരിച്ച് 20 20 20 എന്നുള്ള ഒരു സെക്ഷണൽ ടൈമിംഗ് കൂടി നമുക്ക് അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഓരോ സെക്ഷനും നമുക്ക് എഴുതാൻ ഒരു 20 മിനിറ്റ് ടൈം ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എക്സാം തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇംഗ്ലീഷ് സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷം നമുക്ക് ആ ഒരു 20 മിനിറ്റ് ടൈമർ ആയിരിക്കും ഓടുന്നത്. ആ 20 മിനിറ്റ് കംപ്ലീറ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ക്ലോസ് ആയിട്ട് നമ്മുടെ അടുത്ത സെഷനിലേക്ക് സ്വിച്ച് ആവും. നമുക്ക് ഒരിക്കലും സബ്ജക്റ്റിനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യാൻ പറ്റത്തില്ല. ഓരോ സെഷനിലും വരുമ്പോൾ നമ്മൾ ആ ഒരു സെഷൻ 20 മിനിറ്റ് നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്യണം. ആൻഡ് വൺസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് പിന്നെ ബാക്കിലോട്ട് തിരിച്ചു പോകാനോ അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് എഴുതി തീർന്ന അടുത്ത സെഷനിലേക്ക് പോകാനോ നമുക്ക് പറ്റത്തില്ല. ആ 20 മിനിറ്റ് നമ്മൾ അവിടെ ആ സെക്ഷന് വേണ്ടി തന്നെ സ്പെൻഡ് ചെയ്തേ പറ്റത്തുള്ളൂ. അതാണ് നമ്മുടെ സെക്ഷണൽ ടൈമിംഗ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ RBIയുടെ അസിസ്റ്റന്റ് പ്രിലിംസ് എക്സാമിന്റെ പാറ്റേൺ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ തന്നെ പ്രിലിംസ് എക്സാം ക്ലിയർ ചെയ്യുന്ന ഒരാൾ അടുത്ത മെയിൻസ് എക്സാമിന് വേണ്ടി സെലക്ട് ചെയ്യുന്ന ഒരാൾ മെയിൻസ് എക്സാമിന്റെ പാറ്റേൺ നിങ്ങൾ ഈ കാണുന്നതാണ്. ഇതിന് മുമ്പുള്ള വർഷങ്ങളിൽ നടന്നിട്ടുള്ള സമയത്ത് നമ്മുടെ RBI അസിസ്റ്റന്റ് മെയിൻസ് എക്സാം പാറ്റേൺ നിങ്ങൾ ഈ കാണുന്നതാണ്. സോ നമുക്ക് അവിടെ നിന്ന് പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട 3 സബ്ജക്ട് റീസണിങ്, ഇംഗ്ലീഷ്, ന്യൂമറിക്കൽ എബിലിറ്റി, ഈ ഒരു 3 സബ്ജക്ട് നമുക്ക് ഇപ്പോഴും അവിടെ കാണാൻ പറ്റും. ഇത് കൂടാതെ എക്സ്ട്രാ വരുന്നത് എന്താ? ഇത് കൂടാതെ നമുക്ക് അവിടെ എക്സ്ട്രാ വരുന്നത് ജനറൽ അവയർനെസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതുകൂടാതെ തന്നെ നമ്മുടെ എക്കണോമിക് അഫയേഴ്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അവയർനെസ് അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ഫിനാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ന്യൂസുകൾ, അതുപോലെ തന്നെ നമുക്ക് RBI ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ന്യൂസുകൾ വരുന്നുണ്ട്. സ്റ്റാറ്റിക് GK വരുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ജനറൽ അവയർനെസ്സിൽ വരുന്നത്. ഇത് കൂടാതെ നമുക്ക് കമ്പ്യൂട്ടർ നോളജിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. നമുക്ക് കാണാൻ പറ്റും അവരെ ആ ഒരു ചോദിക്കുന്ന രീതിയും വളരെ
എന്താ പറയുക, നമുക്ക് ക്വസ്റ്റിൻ്റെ കൗണ്ട് വളരെ മിക്സ് ചെയ്ത് തരുന്നതിന് പകരം എല്ലാ ഏരിയയിൽ നിന്നും 40 ക്വസ്റ്റ്യൻ വെച്ചാണ് ചോദിക്കുന്നത്. എല്ലാ ഏരിയ ക്വസ്റ്റ്യൻസും 1 മാർക്കാണ് വരുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് 40 ക്വസ്റ്റ്യൻ വെച്ച് ഓരോ സെക്ഷനിൽ നിന്നും 40 ക്വസ്റ്റ്യൻ, ഓരോ ക്വസ്റ്റിനും ക്യാരി ചെയ്യുന്ന 1 മാർക്ക്, അങ്ങനെയാണെങ്കിൽ 40 മാർക്ക്. അപ്പോൾ മൊത്തം 5 സെഷൻ 40 ക്വസ്റ്റ്യൻ വെച്ച് 200 ക്വസ്റ്റ്യൻ, 200 മാർക്കാണ് നമുക്കവിടെ വരുന്നത്. ആൻഡ് ഓവറോൾ നമുക്കവിടെ അലോട്ട് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് 135 മിനിറ്റ് ആണ് ഈ ഒരു എക്സാം എഴുതാൻ വേണ്ടി നമുക്ക് അലോട്ട് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു 2.25 മണിക്കൂറാണ് നമുക്ക് ഇതിന് വേണ്ടി അലോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവിടെയും ഓരോ സെക്ഷന് വേണ്ടി ഒരു സെപ്പറേറ്റ് ടൈമിംഗ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. നമ്മുടെ റീസണിങ്, ഇംഗ്ലീഷ്, ന്യൂമറിക്കൽ എബിലിറ്റിക്ക് 30 മിനിറ്റ് വെച്ചും, നമ്മുടെ ജനറൽ അവയർനെസ്സിന് 25ഉം, നമ്മുടെ കമ്പ്യൂട്ടർ നോളജിന് 20 മിനിറ്റ് വെച്ചാണ് അലോട്ട് ചെയ്യുന്നത്. ഇതാണ് പ്രിലിംസ് ആൻഡ് മെയിൻസ് എക്സാം എന്ന് പറയുന്നത്. ഇനി 2 എക്സാമും ക്ലിയർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് ആയിരിക്കും നമ്മുടെ അടുത്ത ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റിലേക്ക് പോകുന്നത്. നമ്മൾ ഏത് സ്റ്റേറ്റിൽ നിന്നാണോ അപ്ലൈ ചെയ്യുന്നത് ആ സ്റ്റേറ്റിന്റെ ലോക്കൽ ലാംഗ്വേജ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പൊ നമ്മൾ കേരളത്തിൽ നിന്നാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ കേരളത്തിന്റെ ലോക്കൽ ലാംഗ്വേജ് ആയ മലയാളം നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്ക് അവിടെ കാണാൻ പറ്റും, എ കാൻഡിഡേറ്റ് പ്രൊഫഷണലി ഷോർട്ട് ലിസ്റ്റഡ് ഫ്രം ദി മെയിൻസ് ഓൺലൈൻ എക്സാമിനേഷൻ വിൽ ഹാവ് ടു അണ്ടർഗോ ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ്. നമ്മുടെ ഈ മെയിൻസ് എക്സാം ക്ലിയർ ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റ് ഉറപ്പായിട്ടും നമുക്കിവിടെ LPT ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടി വരും. ദ ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് വിൽ ബി കണ്ടക്ടഡ് ഇൻ ഒഫീഷ്യൽ ലോക്കൽ ലാംഗ്വേജസ് ഓഫ് ദി സ്റ്റേറ്റ് എന്ന് ക്ലിയർലി പറഞ്ഞിട്ട് ഏത് സ്റ്റേറ്റിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ആ സ്റ്റേറ്റിന്റെ ലോക്കൽ ലാംഗ്വേജിലായിരിക്കും ആ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. കാൻഡിഡേറ്റ് നോട്ട് പ്രൊഫിഷ്യന്റ് ഇൻ ദി ഒഫീഷ്യൽ ലോക്കൽ ലാംഗ്വേജ് ഷാൽ ബി ഡിസ്ക്വാളിഫൈഡ്. അപ്പോൾ നമ്മളിപ്പം വേറൊരു സ്റ്റേറ്റിൽ നിന്ന് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആ ലാംഗ്വേജ് അറിയത്തില്ലെങ്കിൽ നമ്മൾ ആ ലാംഗ്വേജ് ടെസ്റ്റിൽ ഫെയിൽ ആയി കഴിഞ്ഞാൽ നമ്മളെ ഡിസ്ക്വാളിഫൈ ചെയ്യും എന്നുള്ളത് വളരെ ക്ലിയർലി നമ്മുടെ നോട്ടിഫിക്കേഷൻസിൽ മെൻഷൻഡ് ആണ്. സോ ഫ്യൂച്ചറിലും അത് അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ വേറൊരു സ്റ്റേറ്റിൽ നിന്ന് അപ്ലൈ ചെയ്യുക, നമ്മളിപ്പോൾ വേക്കൻസി വേറൊരു സ്റ്റേറ്റിൽ കൂടുതലാണെങ്കിൽ അവിടെ നിന്ന് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഈ ഒരു പോയിന്റ് കൂടി നമ്മളവിടെ ഉണ്ടായിരിക്കണം. ദാറ്റ് ഇത് ഫ്യൂച്ചറിൽ നമുക്ക് വരുന്ന സമയത്ത് നമ്മൾ ഇത് ക്ലിയർ ചെയ്യാനും നമ്മൾ റെഡി ആയിരിക്കണം, ഇത് പഠിക്കാനും നമ്മൾ റെഡി ആയിരിക്കണം എന്നുള്ളത് നമ്മൾ ഉറപ്പായിട്ട് നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. നമുക്കിപ്പോൾ വേക്കൻസി ചിലപ്പോൾ കേരളത്തിൽ കുറവാണെങ്കിൽ നമുക്കിപ്പോൾ ചെന്നൈയിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് അവിടുത്തെ ലാംഗ്വേജ് നല്ല സ്ട്രോങ് ആയിരിക്കണം. നമ്മൾ ഈ പറയുന്ന ലാംഗ്വേജ് ടെസ്റ്റ് കൊടുക്കാൻ നമ്മൾ റെഡി ആയിരിക്കണം എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് ബാക്കിയുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇനി നമുക്ക് ഈ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി, ഇപ്പോൾ നിങ്ങൾ ഒരുപാട് പേരും പ്രിപ്പയർ ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരിക്കും, അവർക്ക് വേണ്ടി നമുക്ക് ഇവിടെ വരുന്ന ഒരു സിലബസ് എങ്ങനെയാണ് എന്നുള്ളത് കൂടി ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നിങ്ങൾക്ക് അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം നിങ്ങളുടെ ഫ്യൂച്ചർ പ്രിപ്പറേഷന് വേണ്ടി. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്റെ പ്രിലിംസിന്റെ സിലബസ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. അതേപോലെ തന്നെ നമ്മുടെ റീസണിങ്ങിന്റെ ആ ഒരു പ്രിലിംസിന്റെ സിലബസ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. അതുപോലെ നമ്മുടെ ഇംഗ്ലീഷിന്റെ പ്രിലിംസിന്റെ സിലബസ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ ഒരു ഏരിയയിൽ നിന്നാണ് നമ്മുടെ പ്രിലിംസ് ലെവൽ ക്വസ്റ്റൻസ് വരുന്നത്. മെയിൻസ് ലെവൽ ക്വസ്റ്റൻസും വരുന്നത് മോസ്റ്റ് ഓഫ് ദി ക്വസ്റ്റൻസും ഈ പറയുന്ന ഏരിയസിൽ നിന്ന് തന്നെയാണ് നമുക്ക് വരുന്നത് എന്നുള്ളതും അറിഞ്ഞിരിക്കും. പക്ഷെ അത് കൂടാതെ നിങ്ങൾക്ക് മെയിൻസ് ലെവലിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള ക്വസ്റ്റൻസും ഏരിയാസ് നമുക്ക് ഉറപ്പായിട്ടും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കണം, ട്രെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു എക്സാംസ് മെയിൻസ് ലെവലിലേക്ക് വരുമ്പം ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി വളരെ ഇമ്പോർട്ടൻറ്റ്, പ്രിപ്പയർ ചെയ്യുന്നവർ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഇതിന്റെ കട്ട് ഓഫ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് നമ്മൾ ലാസ്റ്റ് നടന്ന RBI അസിസ്റ്റന്റ് എക്സാം, നമ്മുടെ 2023 നടന്ന RBI അസിസ്റ്റന്റ് എക്സാമിന്റെ പ്രിലിമിനറി എക്സാമിന്റെ കട്ട് ഓഫ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. അതും നമുക്കവിടെ കാണാൻ പറ്റും. ആ ഒരു എന്താ പറയുക, നമ്മുടെ കാറ്റഗറി വൈസ് ഉള്ള കട്ട് ഓഫ് ആണ് അവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ സോണിലെയും അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നമ്മുടെ തിരുവനന്തപുരം സോൺ, ട്രിവാൻഡ്രം ആൻഡ് കൊച്ചി സോൺ അതിലേക്ക് വന്നാൽ നമ്മൾ അവിടുത്തെ ആ ഒരു കട്ട് ഓഫ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മുടെ ജനറൽ കാറ്റഗറിയുടെ കട്ട് ഓഫ്. ഓക്കെ, നമുക്ക് ഏറ്റവും മുകളിൽ ജനറൽ കാറ്റഗറിയുടെ കട്ട് ഓഫ് നമ്മുടെ കേരള സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ അത് എത്രയാണ്? 95.25 ആണ്. ആൻഡ് ഇതെല്ലാം തന്നെ ഔട്ട് ഓഫ് 100 ആണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഓക്കെ, 95.25. ഇത്രയും വലിയ കട്ട് ഓഫ് ആണോ എന്ന് തോന്നുന്നവർ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആക്ച്വലി എക്സാം വളരെ ഈസി ആയിട്ട് നടക്കുന്ന വളരെ നോർമൽ ആയിട്ട് നടക്കുന്ന ഒരു എക്സാം ആണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ഒരു ക്ലർക്കൽ ലെവൽ എക്സാം എങ്ങനെയാണോ, നമ്മുടെ ഇപ്പം ഒരു SBIയുടെ ക്ലർക്കൽ ലെവൽ എക്സാം അല്ലെങ്കിൽ നമ്മുടെ IBPSന്റെ ക്ലർക്കിന്റെ എക്സാം ഏത് ലെവലിലാണോ നടക്കുന്നത് അതേ ലെവലിൽ തന്നെയാണ് നമ്മുടെ RBI അസിസ്റ്റന്റ് എക്സാം നടക്കുന്നത്. ബിക്കോസ് അതും ഒരു ക്ലർക്കൽ പോസ്റ്റ്, അസിസ്റ്റന്റ് പോസ്റ്റ് ആണ്. പക്ഷെ അവിടെ ഇത്രയും കൂടുതൽ കട്ട് ഓഫ് വരുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മാത്രം മതി. എക്സാം ഡിഫിക്കൽട്ട് ആണെങ്കിൽ ഇത്രയും വലിയൊരു കട്ട് ഓഫ് വരുമോ? ഒരിക്കലും ഇല്ല. എക്സാം ഈസി ആയതുകൊണ്ടാണ് ഇത്രയും വലിയൊരു സ്കോറിലേക്ക് പോകുന്നത്. പക്ഷെ അവിടെ കോമ്പറ്റീഷനും കൂടുതലാണ്. ബിക്കോസ് അവിടുത്തെ വേക്കൻസീസ് എന്താണ്? കുറവാണ്. നമ്മുടെ സാധാരണ ബാങ്ക് എക്സാംസ് പോലെ ഒരുപാട് വേക്കൻസീസ് അല്ല അവിടെ ഉള്ളത്. വേക്കൻസി കുറവാണ്. ആൻഡ് അത്യാവശ്യം ഒരു നല്ല സമയമെടുത്ത് നല്ല പ്രിപ്പയർ ചെയ്ത് എഴുതുന്നവരാണ് RBI അസിസ്റ്റന്റ് എക്സാംസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഉറപ്പായിട്ട് നമ്മുടെ കട്ട് ഓഫ് എന്തായിരിക്കും? ഈ റേഞ്ചിലായിരിക്കും നമ്മുടെ കട്ട് ഓഫ്സ് വരുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ഒരിക്കലും അത്
അറ്റൈൻ ചെയ്യാൻ പറ്റത്തില്ല എന്ന് വിചാരിക്കില്ല. ബിക്കോസ് ഒരുപാട് പേര് ലാസ്റ്റ് ഒരു 3 to 4 ഇയേഴ്സിൻ്റെ ഇടയ്ക്ക് ഈ ഒരു എക്സാംസ് ക്ലിയർ ചെയ്തവരെ എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉറപ്പായിട്ടും അത്യാവശ്യം ഡെഡിക്കേറ്റഡ് ആണ്, നിങ്ങൾ ഒരു ഡ്രീമാണ്. ആൻഡ് ഈ ഡ്രീം നിങ്ങൾ അച്ചീവ് ചെയ്യാൻ റെഡി ആണെങ്കിൽ, നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ റെഡി ആണെങ്കിൽ, ഒരു സമയം മാറ്റി വെച്ച് പഠിക്കാൻ റെഡി ആണെങ്കിൽ, നിങ്ങൾ സമയം കൊടുക്കാൻ റെഡി ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഒരു നല്ലൊരു പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുള്ളത് മാത്രം നിങ്ങൾ അറിഞ്ഞിരിക്കുക. അത് വളരെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള, വളരെ സീരിയസ് ആയിട്ടുള്ള, വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുള്ളത് അറിഞ്ഞാൽ മാത്രം മതി. നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ റെഡി ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസിൽ തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഇനി നമുക്കവിടെ ബാക്കിയുള്ള ഏരിയാസ് ഒരു എന്താ പറയുക കാറ്റഗറിയുടെയും കട്ട് ഓഫ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഇനി നമുക്ക് എല്ലാ സ്റ്റേറ്റിന്റെ കട്ട് ഓഫ് ഒന്ന് ഓടിച്ച് നോക്കിയാൽ പോലും നിങ്ങൾക്ക് കാണാം എല്ലാ സ്റ്റേറ്റിന്റെയും കട്ട് ഓഫ് നിൽക്കുന്ന ഏത് റേഞ്ചിൽ തന്നെയാണ്, നമ്മുടെ ഒരു 91 to 96 റേഞ്ചിൽ തന്നെയാണ് എല്ലാ സ്റ്റേറ്റിന്റെയും കട്ട് ഓഫ് നിൽക്കുന്നത്. നിങ്ങൾക്കിവിടെ കാണാം നമ്മുടെ 80 റേഞ്ചിലേക്ക് പോലും ഒരു സ്റ്റേറ്റിന്റെയും കട്ട് ഓഫ് പോയിട്ടില്ല. എല്ലാം 90 to നമ്മുടെ 96 റേഞ്ചിലാണ് കട്ട് ഓഫ്സ് എല്ലാം തന്നെ നിൽക്കുന്നത്. അപ്പോൾ എല്ലാ സ്റ്റേറ്റിന്റെയും കട്ട് ഓഫ് ഇങ്ങനെ തന്നെയാണ്. ഒരിക്കലും നമ്മളത് കേരളത്തിലെ കട്ട് ഓഫ് അങ്ങനെയാണ് എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞത്, വേറെ സ്റ്റേറ്റിൽ നിന്ന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെ ശരിക്കും ഒരു വലിയ വേരിയേഷൻ വരുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്തോണം. നിങ്ങൾ ആ ഒരു എക്സാമിന് വേണ്ടി വേറെ ഒരു സ്റ്റേറ്റിൽ നിന്ന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവിടെ വേക്കൻസി കൂടുതലാണ്, അതുകൊണ്ട് അവിടെ നിന്ന് അപ്ലൈ ചെയ്യാം എന്ന് വിചാരിക്കുമ്പോൾ ശരിക്കും അവിടെ ആ ഒരു വേക്കൻസിയിൽ കൂടുതലുണ്ടെന്ന് പറഞ്ഞ് കട്ട് ഓഫിൽ വലിയൊരു വ്യത്യാസം വരുന്നുണ്ടോ ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇതും നിങ്ങളുടെ ഫ്യൂച്ചർ ആ ഒരു മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഗോള്, ലൈക്ക് നിങ്ങളുടെ ഒരു കട്ട് ഓഫ് ഇത്രയും വേണം, നിങ്ങൾക്ക് ഇത്രയും സ്കോർ വേണം എന്നുള്ളത് സെറ്റ് ചെയ്യാൻ വേണ്ടി മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ ആ കാര്യം മൈൻഡിൽ വെച്ചുകൊണ്ട് ചെയ്തു പോകാൻ വേണ്ടി നിങ്ങൾക്ക് ഇതും നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. നിങ്ങളുടെ ഫ്യൂച്ചർ യൂസിന്, നിങ്ങൾക്ക് റെഫറൻസിന് ഉറപ്പായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ കട്ട് ഓഫ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഈ സത്യങ്ങൾ നമ്മൾ ഉറപ്പായിട്ടും പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കണം. പലപ്പോഴും ഇതൊന്നും അറിയാതെ നമ്മൾ പ്രിപ്പയർ ചെയ്യാറുണ്ട്. അങ്ങനെ ആയിരിക്കല്. നല്ലപോലെ ഇതിനെക്കുറിച്ചൊക്കെ നല്ലപോലെ അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു എക്സാം, ഈ ഒരു പോസ്റ്റിനെ കുറിച്ചുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ബിക്കോസ് ഡെഫിനറ്റ്ലി നമ്മുടെ സാലറി പോലെ തന്നെ ഈ ഒരു പോസ്റ്റ് പോലെ തന്നെ നമുക്ക് മോട്ടിവേഷൻ തരുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട് ഇതിൻ്റെ സാലറിനെ കുറിച്ച്. പിന്നെ സാലറിയെ കുറിച്ച് കുറച്ചുകൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുവാണെങ്കിൽ നമുക്ക് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെ ഇവിടുത്തെ ബേസിക് പേ എന്ന് പറയുന്നത് 20,700. ഒരിക്കലും കൈ കിട്ടുന്ന എമൗണ്ട് അതല്ല. നമുക്ക് ഇതിൻ്റെ കൂടെ കുറേ അലവൻസുകളുണ്ട്. ഡിയറൻസ് അലവൻസ്, ഹൗസ് റെന്റ് അലവൻസ്, സിറ്റി കോമ്പൻസേറ്ററി അലവൻസ്, ട്രാൻസ്പോർട്ട് അലവൻസ് എക്സെട്ര. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് നമ്മുടെ സാലറി ഏകദേശം ആ ഒരു നേരത്തെ കണ്ട 48,000 to 50,000 റേഞ്ചിലേക്ക് നമ്മുടെ സാലറി വരുന്നത്. ഇനി എന്തൊക്കെയാണ് ഒരു ജോബ് പ്രൊഫൈൽ ഓഫ് എ RBI അസിസ്റ്റന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ നമ്മളവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. മെയിൻറ്റെയിനിങ് ഫയൽസ് മെയിൻറ്റെയിൻ ചെയ്യുക. ബിക്കോസ് നമ്മളൊരു ക്ലറിക്കൽ പോസ്റ്റ് ആണ്, അസിസ്റ്റന്റ് പോസ്റ്റ് ആണ്. നമ്മൾ അവിടുത്തെ നമ്മുടെ RBIയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫയൽസ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യണം. ഇമ്പോർട്ടൻ്റ് ഡേറ്റാസ് ഒക്കെ എൻറ്റർ ചെയ്യണം, ഡാറ്റ എൻട്രി. അതുപോലെ മാനേജിങ് ഇമെയിൽ കറസ്പോണ്ടൻസ്, നമുക്ക് വരുന്ന ഇമെയിൽസ് ഓഫീസിലേക്ക് വരുന്ന നമ്മുടെ ആ സോണൽ ഓഫീസിലേക്ക് വരുന്ന ആ ഒരു ഇമെയിൽസിനൊക്കെ പ്രോപ്പർ റെസ്പോണ്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് RTIയുടെ എന്താ പറയുക RTI ഫയൽ ചെയ്യുന്നതിനൊക്കെ പ്രോപ്പർലി റെസ്പോണ്ട് ചെയ്യുക. അതുപോലെ തന്നെ കറൻസി ഇഷ്യൂ ചെയ്യുന്നതും അതിൻ്റെ സർക്കുലേഷനെയും ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതും വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബാങ്കിങ് ഡോക്യുമെന്റ്സ് വെരിഫൈ ചെയ്യുക. അതുപോലെ നമ്മുടെ ഗവൺമെന്റ് ട്രഷറി വർക്ക്സിനെ അറ്റൻഡ് ചെയ്യുക. അതുപോലെ തന്നെ ഹയർ അതോറിറ്റീസുമായിട്ട് നമ്മുടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് നമ്മുടെ RBIയുടെ അസിസ്റ്റന്റ് ഒരു ജോബ് പ്രൊഫൈൽ ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ജോബ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ വേർഡ്സിൽ പറയാൻ പറ്റുന്ന ജോബ് പ്രൊഫൈൽ. അപ്പോൾ പോസ്റ്റിംഗ് ലൊക്കേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്കറിയാം വേരിയസ് റീജിയണൽ ഓഫീസ് ഓഫ് RBI പ്രൈമർലി ലൊക്കേറ്റഡ് ഇൻ സ്റ്റേറ്റ് ക്യാപിറ്റൽ. നമ്മുടെ RBIs എല്ലാം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എല്ലാം തന്നെ ലൊക്കേറ്റഡ് എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. സ്റ്റേറ്റിന്റെ ക്യാപിറ്റലിലോ സബ് ക്യാപിറ്റലിലോ ആയിരിക്കും അത് ലൊക്കേറ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പോസ്റ്റിംഗ് അവിടെ തന്നെ ആയിരിക്കും, ആ ഒരു സിറ്റീസിൽ തന്നെ ആയിരിക്കും നമ്മുടെ പോസ്റ്റിംഗും വരാൻ പോകുന്നത്. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്ക് ഈ ശരിക്കും സാലറി മാത്രമാണോ ഉള്ളത്? അല്ല, നമുക്ക് ഈ സാലറി കൂടാതെ ഒരുപാട് ബെനിഫിറ്റ്സ് ആണ് ആസ് എ RBI അസിസ്റ്റന്റ് അല്ലെങ്കിൽ ആസ് എ RBI അല്ല ഒരു എംപ്ലോയി ആയിട്ട് നമുക്ക് അവിടെ കിട്ടുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ കാണാം. ഒരു RBI അസിസ്റ്റന്റ് സാലറി ബെനിഫിറ്റ്സിൽ ഇൻക്ലൂഡ് ആയിട്ട് വരുന്ന വേറെ കുറേ കാര്യങ്ങളാണ് മെഡിക്കൽ ബെനിഫിറ്റ്സുകൾ. അപ്പോൾ മെഡിക്കൽ ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും അവിടെ ഹെൽത്ത് ഇൻഷുറൻസും അതുപോലെ തന്നെ മെഡിക്കൽ എക്സ്പെൻസിന്റെ റീഇംബേഴ്സ്മെന്റും ഒക്കെ തന്നെ നിങ്ങൾക്ക് അവിടെ കിട്ടും. അതുപോലെ പെൻഷൻ ആൻഡ് ഗ്രാറ്റുവിറ്റി, ഓക്കെ, നമുക്കറിയാം അത് നമ്മുടെ യൂഷ്വൽ ഗവൺമെന്റ് ജോബ്സിലൊക്കെ ഉള്ള കാര്യങ്ങൾ തന്നെയാണ് അവിടെ വരുന്നത്. പിന്നെ ലീവ് പോളിസി, നമുക്ക് ക്യാഷ് ലീവും സിക്ക് ലീവും അതുപോലെ തന്നെ അല്ലാത്തതുകൊണ്ട് ലീവും മെറ്റർണിറ്റി ലീവും ഇങ്ങനെയുള്ള ബാക്കിയുള്ള ലീവ്സ് ഒക്കെ തന്നെ നമുക്കവിടെ പെയ്ഡ് ലീവ്സ് നമ്മളവിടെ എൻജോയ് ചെയ്യുവാണ്. ഇത് കൂടാതെ പിന്നെ ട്രാവൽ അലവൻസുകൾ, നമുക്ക് വേരിയസ് കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ട്രാവൽ അലവൻസുകൾ കാണും. അപ്പോൾ അതിന് വേണ്ടിയുള്ള ട്രാവൽ അലവൻസുകൾ, ഇത് കൂടാതെ ബാക്കിയുള്ള അലവൻസുകൾ ലൈക്ക് നമ്മുടെ ഹൗസ് റെന്റ് അലവൻസ്, ഡിയറൻസ് അലവൻസ്, കൺവെയൻസ് അലവൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവിടെ വരുന്നുണ്ട്. ഇതുകൂടാതെ ലോൺ ഫെസിലിറ്റി അതും റെഡി ആണ്, സബ്സിഡൈസ്ഡ്
നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ്സിൽ ഏറ്റവും കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റ്സിൽ നമുക്ക് അവിടെ ലോൺ ഫെസിലിറ്റീസ് നമുക്ക് അവൈൽ ചെയ്യാൻ പറ്റും റിസർവ് ബാങ്കിൽ നിന്ന്. അതുപോലെ നമുക്ക് അത്യാവശ്യം വർക്ക് ലൈഫ് ബാലൻസ് ഉള്ള ഒരു ബാങ്കാണ് എന്നുള്ള നമുക്ക് ഈ പറയുന്ന പോലെ നമ്മുടെ യൂഷ്വലി നമ്മൾ കാണുന്നുള്ള ബാക്കിയുള്ള ബാങ്ക്സ് പോലെ ചിലപ്പോൾ ഒരു ഓഫീസർ ആണെങ്കിൽ രാത്രി ഒരുപാട് നേരം വരെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന കണക്കൊരു കേസ് ഇവിടെ ഉണ്ടാവത്തില്ല. RBI നിങ്ങൾക്കറിയാം നമുക്ക് പബ്ലിക്കുമായിട്ട് അത്രയും കൂടുതൽ ഇന്ററാക്ഷൻ വരാറില്ല നമ്മുടെ RBIയുടെ കേസിൽ. ഇപ്പം നിങ്ങൾക്കറിയാം നിങ്ങളൊരു ക്ലർക്കൽ ലെവലായിട്ട് നിങ്ങളൊരു ബാങ്കിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇവിടെ പബ്ലിക്കായിട്ടുള്ള ഇന്ററാക്ഷൻ വളരെ കൂടുതലായിരിക്കും. പക്ഷേ ഇവിടെ റിസർവ് ബാങ്കിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കറിയാം പബ്ലിക്കുമായിട്ടുള്ള ഇന്ററാക്ഷൻ വളരെ കുറവായിരിക്കും. അത്യാവശ്യം വർക്ക് ലൈഫ് ബാലൻസ് കാണും. നമ്മുടെ ഓഫീസ് അവേഴ്സിൽ പ്രോപ്പർലി നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ ഔട്ട്സൈഡ് ഓഫീസ് അവേഴ്സിൽ നമുക്ക് വർക്ക് ഉണ്ടായിരിക്കുന്നതായിരിക്കത്തില്ല, വീക്കെൻഡ്സിൽ വർക്ക് ഉണ്ടായിരിക്കുന്നതായിരിക്കത്തില്ല. അപ്പം അത്യാവശ്യം ഒരു സ്ട്രെസ് ഫ്രീ എൻവയോൺമെന്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പബ്ലിക്കുമായിട്ടൊരു എന്താ പറയുക നമ്മുടെ ഒരു ഇന്ററാക്ഷൻ വരുന്നില്ല. യൂഷ്വലി നമ്മുടെ സാധാരണ ബാങ്കിൽ പോകുന്ന പോലെ ഒരു ആംഗിൾ ആയിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിലായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതുപോലെ ജോബ് സെക്യൂരിറ്റി നിങ്ങൾക്കറിയാം ഒരു ഗവൺമെന്റ് ജോബാണ്, ഉറപ്പായിട്ടും നല്ലൊരു ജോബ് സെക്യൂരിറ്റി അവിടെ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ വേരിയസ് ബെനിഫിറ്റ്സ് ആണ് വരുന്നത്. ഇത് കൂടാതെ നമുക്ക് ഈ പറഞ്ഞ പോലെ സാലറിയുടെ കൂടെ ബാക്കി വരുന്ന ഒരുപാട് അലവൻസും പെർക്സും ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അലവൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇത് കൂടാതെ നമുക്ക് വേറെയും ഒരുപാട് അവിടെ കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ വെഹിക്കിളിന്റെ മെയിൻ്റനൻസിന് വേണ്ടിയുള്ള എക്സ്പെൻസുകൾ, ന്യൂസ് പേപ്പറിന് വേണ്ടിയുള്ള അലവൻസുകൾ, നമ്മുടെ ബ്രീഫ് കേസിന് വേണ്ടിയുള്ള അലവൻസുകൾ, മെഡിക്കൽ എക്സ്പെൻസ് കവർ ചെയ്യുന്നത്, നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ ലോവർ ഇൻട്രസ്റ്റ് റേറ്റ്സിൽ ലോൺ കിട്ടുന്നത്, ഇങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ആണ് നമുക്ക് അവിടെ വരുന്നത്. ആൻഡ് ഫൈനലി ഈ ഒരു പോസ്റ്റിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഫ്യൂച്ചർ ഗ്രോത്ത് എങ്ങനായിരിക്കും എന്നുള്ളൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ കൂടി അവിടെ വരുന്നുണ്ട്. നമുക്കവിടെ ശരിക്കും ഒരു ഗ്രോത്ത് ഉണ്ടായിരിക്കും ഫ്യൂച്ചറിൽ. നമ്മുടെ ഏതൊരു പോസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ സാലറിയും അതുപോലെ നമ്മുടെ കരിയർ ഗ്രോത്ത് ഒക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഒരു RBI അസിസ്റ്റൻ്റായിട്ട് ജോയിൻ ചെയ്യുന്ന ആളുടെ ഒരു ഫ്യൂച്ചർ പ്രൊമോഷൻ അതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് അവിടെ കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും RBI അസിസ്റ്റൻ്റായിട്ട് ജോയിൻ ചെയ്യുന്ന ഒരാൾ പിന്നെ അടുത്ത പോകുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് സീനിയർ അസിസ്റ്റന്റ് പോസ്റ്റിലേക്കായിരിക്കും പോകുന്നത്. അപ്പം RBI അസിസ്റ്റന്റ് പിന്നെ സീനിയർ അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക്, അതിനുശേഷം അവിടെ നിന്ന് അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റിലേക്കായിരിക്കും പിന്നെ പോകുന്നത്. അതുപോലെ തന്നെ പിന്നെ മാനേജർ പോസ്റ്റിലേക്കായിരിക്കും പോകുന്നത്. അതിനുശേഷം ആ മാനേജർ പോസ്റ്റിൽ നിന്ന് മുകളിലോട്ടുള്ള പ്രൊമോഷൻസ് ഒക്കെ തന്നെ നിങ്ങളുടെ ആ ഒരു കാലിബർ വെച്ചും അതുപോലുള്ള കാര്യങ്ങൾ ബേസ്ഡ് ചെയ്തായിരിക്കും പോകുന്നത്. അപ്പോൾ അതെന്ന് പറയുന്ന അസിസ്റ്റന്റ് ജനറൽ, പിന്നെ വരുന്ന ഈ പ്രൊമോഷൻസ് എന്ന് പറയുന്ന അസിസ്റ്റന്റ് ജനറൽ മാനേജർ, ഡെപ്യൂട്ടി ജനറൽ മാനേജർ, ചീഫ് ജനറൽ മാനേജർ ആൻഡ് ചീഫ് ജനറൽ മാനേജർ. നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ചീഫ് ജനറൽ മാനേജർ വരെയുള്ള പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് അവിടെ ഈ ഒരു പ്രൊമോഷൻസ് വഴി ഫ്യൂച്ചർ ഗ്രോത്ത്, നിങ്ങളുടെ കരിയർ ഗ്രോത്തിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റും എന്നുള്ളത് കൂടി നിങ്ങളവിടെ മനസ്സിലാക്കും. അപ്പോൾ അത്യാവശ്യം വളരെ നല്ലൊരു കരിയർ ഗ്രോത്ത് കൂടിയുള്ള ഒരു പോസ്റ്റാണ് ഇത് എന്ന് നമുക്ക് അവിടെ നിന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ആണ് ഈ ഒരു ജോബ് നമുക്ക് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്തുകൊണ്ടാണ് ഈ ഒരു ബാങ്കിങ് എക്സാംസിലേക്ക് വരുമ്പോൾ RBIയുടെ പോസ്റ്റുകൾ ഇത്രയും മാത്രം പോപ്പുലർ എന്നുള്ളത്. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഈ ഒരു RBI അസിസ്റ്റന്റ് പോസ്റ്റ് മാത്രമല്ല ഉള്ളത്. നമുക്കറിയാം നമ്മൾ തുടങ്ങി തന്നെ SOനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ തന്നെ RBI എക്സാംസിലേക്ക് വരുമ്പം നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു എക്സാമാണ് RBI ഗ്രേഡ് ബി എന്ന് പറയുന്നത്. അപ്പോൾ യൂഷ്വലി ബാങ്ക് എക്സാംസിലെ ഏറ്റവും ടോപ്പ് ലെവൽ എക്സാമാണ് RBI ഗ്രേഡ് ബി. നമ്മുടെ സ്റ്റാർട്ടിംഗ് സാലറി തന്നെ 1,15,000 അടുപ്പിച്ചാണ് സ്റ്റാർട്ടിംഗ് സാലറി വരുന്നത്. അപ്പോൾ നമ്മുടെ മോസ്റ്റ്ലി പോസ്റ്റിംഗ് ഒക്കെ തന്നെ നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഹെഡ് ക്വാർട്ടേഴ്സിലോ അല്ലെങ്കിൽ അതേപോലെയാണ് നമുക്ക് വരുന്നത്. അപ്പം വളരെ പവർഫുൾ ആയിട്ടുള്ള വേറെയും RBIയുടെ വേറെയും നോട്ടിഫിക്കേഷൻസ് ഉണ്ട്, വേറെയും പോസ്റ്റുകളുണ്ട്. ഇതിനെക്കുറിച്ചുള്ള വീഡിയോസ് നമ്മൾ ഓൾറെഡി നേരത്തെ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ ചാനലിൽ ചെന്ന് അവിടെ നിന്ന് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് അത് നോക്കാവുന്നതാണ്. അതുപോലെ ഫ്യൂച്ചറിൽ നോട്ടിഫിക്കേഷൻസ് വരുമ്പോഴും നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ RBI അസിസ്റ്റന്റ് ഈ ഒരു പോസ്റ്റിനെ കുറിച്ചുള്ള ഒരു ക്ലിയർ ഐഡിയ, അത് എക്സാമിനെ കുറിച്ചായാലും ശരി, ഈ പോസ്റ്റിനെ കുറിച്ചായാലും ശരി, അതുപോലെ തന്നെ ഈ പോസ്റ്റിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വരുന്ന ഒരു വർക്ക് കൾച്ചറിനെ കുറിച്ചായാലും ശരി, അവിടെ കിട്ടുന്ന അലവൻസിനെ കുറിച്ചായാലും ശരി, നിങ്ങൾക്ക് ഒരു ക്ലിയർ ഐഡിയ ഉണ്ടായിട്ടുണ്ടായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ പ്രിപ്പയർ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവർ ഈ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ മൈൻഡിൽ വെച്ചുകൊണ്ട്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഒരു മോട്ടിവേഷൻ ആയിട്ട് എടുത്തുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും പ്രിപ്പയർ ചെയ്തു തുടങ്ങാം. ഓക്കെ, അവിടെ ഒരിക്കലും വിചാരിക്കില്ല ഇത് നമ്മളെ കൊണ്ട് പറ്റത്തില്ല എന്നൊരിക്കലും വിചാരിക്കില്ല. ഡെഫിനറ്റ്ലി ഈ ഒരു എക്സാംസ് എഴുതുന്ന ഒരുപാട് പേരുണ്ട്, പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, ക്ലിയർ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഓക്കെ, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഈ ഒരു എക്സാംസ് എഴുതി നേരത്തെ നമ്മുടെ ഇവിടെ നിന്ന് തന്നെ ക്ലിയർ ചെയ്തിട്ടുള്ള ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അറിയാവുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് ഈ ഒരു ലാസ്റ്റ് 4-5 ഇയേഴ്സിൽ. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് പേര് ക്ലിയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ അത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ റെഡി ആയതുകൊണ്ടാണ് അവർ ഈ ഒരു ഡ്രീം അച്ചീവ് ചെയ്യുന്നത്. നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. നിങ്ങളും ഈ ഒരു ഡിസിഷൻ എടുക്കുക. നിങ്ങൾ ഒരു എന്താ പറയുക, ഒരു ലോങ് ടേം ഗോൾ സെറ്റ് ചെയ്യുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ മൈൻഡിൽ വെച്ചുകൊണ്ട് നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അതിൻ്റെ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഒരിക്കലും വിചാരിക്കില്ല നോട്ടിഫിക്കേഷൻ വന്നിട്ട് നമുക്ക് തുടങ്ങാം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരിക്കലും 2 മാസം കൊണ്ട് ഒരാൾ ഈ എക്സാം ക്ലിയർ ചെയ്യാൻ പോകുന്നില്ല. അത്യാവശ്യം ഒരു ലോങ് ടേം പ്രിപ്പറേഷൻ വേണം. നമുക്കൊരു 3 to 4 months വേണം സിലബസ് കവറേജിന് വേണ്ടി. അത് കഴിഞ്ഞ് നമ്മൾ മാക്സിമം മോക്ക് ടെസ്റ്റ് ചെയ്ത്, നമ്മൾ എത്ര മോക്ക് ടെസ്റ്റ് ആണോ ചെയ്യേണ്ടത് അത്രയും മോക്ക് ടെസ്റ്റ് ചെയ്ത് നമുക്ക് ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന അത്രയും മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് നമ്മൾ ആ ഗോൾ റീച്ച് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ നമ്മളുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു അത്രയും പെട്ടെന്ന് നമുക്ക് ആ ഒരു പോയിന്റിലേക്ക് റീച്ച് ചെയ്യാൻ പറ്റണം. ആ ഒരു ഡിസിഷൻ എടുത്തുകൊണ്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ മാറുന്നൊരു വളരെയധികം
പവർഫുൾ ആയിട്ടുള്ള നമ്മുടെ ബാങ്കിങ് സെക്ടറിൽ നിന്ന് ഏറ്റവും നല്ലൊരു പോസ്റ്റാണ് നമ്മുടെ ഈ RBI അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ആൻഡ് അവിടെ കയറിയതിന് ശേഷം നമുക്ക് ഈ പറഞ്ഞ പോലെ ഫ്യൂച്ചർ ഗ്രോത്തിന് ഒരുപാട് പോസിബിലിറ്റീസ് അല്ലെങ്കിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു പോസ്റ്റ് കൂടിയാണ്. സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഫ്യൂച്ചറിൽ വരുമ്പോൾ മിസ്സാക്കാൻ പാടില്ല. ആൻഡ് ആ സമയത്ത് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നെങ്കിൽ എന്ന് നമ്മൾ വിചാരിക്കാനും പാടില്ല. അപ്പോൾ ഐ ഹോപ്പ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെ കൊണ്ട് പറ്റും, ഉറപ്പായിട്ടും നിങ്ങൾ ഇത് എത്രയും പെട്ടെന്ന് ചെയ്തു തുടങ്ങുക. ഇനി പറഞ്ഞ കാര്യത്തിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഓർ കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ, ഇത് കൂടാതെ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വേറെ ഏതൊക്കെ ബാങ്ക് എക്സാംസ് ഉണ്ട്, നിങ്ങൾ പഠിച്ച ഡിഗ്രി വെച്ച് ഒക്കെ നിങ്ങൾക്ക് അതിനെക്കുറിച്ചും കൂടുതൽ അറിയണമെങ്കിൽ ഒക്കെ തന്നെ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 7736122215 എന്നുള്ള നമ്പറിൽ. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് എൻട്രിയുടെ അക്കാഡമിക് കൗൺസിലേഴ്സുമായിട്ട് നിങ്ങൾക്ക് കൂടുതൽ ഈ ഒരു എക്സാംസിനെ പറ്റിയും വേറെ എക്സാംസിനെ പറ്റിയും നിങ്ങൾക്ക് അറിയാനും ചോദിച്ച് മനസ്സിലാക്കാനും ഒക്കെ തന്നെ പറ്റും. അതിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെയും നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ തന്നെ ചോദിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ട്രൈ ചെയ്യാം. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്തു തുടങ്ങാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കാര്യത്തിനെ കുറിച്ചും കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ ഈ ഒരു എക്സാംസിന് വേണ്ടിയൊക്കെ ഒരു കോഴ്സിന്റെ കൂടെ ജോയിൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യണം, ഒരു ബാച്ചിന്റെ കൂടെ ജോയിൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യണമെങ്കിലും ഇതിന് ഡിഫറെന്റ് ബാച്ചസ് നമുക്ക് എൻട്രിയിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് ആ ബാച്ചസിനെ കുറിച്ചും അറിഞ്ഞ് മനസ്സിലാക്കി ജോയിൻ ചെയ്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഈ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, ആൻഡ് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാംസ് ഒക്കെ തന്നെ ക്ലിയർ ചെയ്ത് ഏറ്റവും നല്ലൊരു പോസ്റ്റിലേക്ക് നിങ്ങൾ എത്തിച്ചേരാൻ പറ്റട്ടെ എന്ന് ഞാൻ നിങ്ങളെ എല്ലാവരെയും വിഷ് ചെയ്യുന്നു. അപ്പോൾ ഫ്യൂച്ചറിൽ ഇതിന്റെ നോട്ടിഫിക്കേഷൻസും ഇതിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ വരുന്നതനുസരിച്ച് നമുക്ക് ഉറപ്പായിട്ടും ഇവിടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.